ഹലോ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് എയർ ഫ്രയർ വെച്ച് കുറേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ റെസിപ്പി ഫുൾ ചിക്കൻ നമുക്ക് എങ്ങനെ എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1.3 1.4 kgയുടെ ചിക്കനാണ് ഈ എടുത്തേക്കുന്നത്. നല്ലോണം നമ്മൾ തൈരിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ നല്ലോണം ആഴത്തിൽ വര ഇട്ട് കൊടുക്കണേ എല്ലാ ഭാഗത്തിലെ ചിക്കന്. അത് കഴിഞ്ഞ് നമുക്ക് മസാല വേണ്ടിയത് 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ലെമൺ, കുറച്ച് കസൂരി മേത്തി, കശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ നല്ല എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി വേണം, തൈര് വേണം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് വേണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ ഉപ്പും എണ്ണയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ചിക്കനിൽ തേക്കുന്നത്. നമ്മൾ വെള്ളം ഒട്ടും ഉപയോഗിക്കേണ്ട, എണ്ണയ്ക്കകത്ത് തന്നെ ചിക്കനെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഒത്തിരി ഒന്നും എണ്ണ ആവശ്യമില്ല. 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഈ മസാലയ്ക്കകത്ത് എണ്ണ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച മസാല നമുക്ക് ചിക്കനിലോട്ട് തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കനകത്ത് ഒത്തിരി മസാല നമ്മൾ ആയി കഴിയുമ്പോഴത്തേക്കിന് ആ ചിക്കൻ്റെ ആ ടേസ്റ്റ് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള മസാലയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി തന്തൂരി മസാല വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ഇതിനകത്ത് അഡീഷൻ ചെയ്യാവേ. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തിലും നല്ലോണം ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഈ മസാല തേച്ച് കൊടുക്കത്തില്ല ചിക്കനിൻ്റെ. അപ്പം നമ്മൾ നല്ലോണം ഉൾഭാഗത്തും പിന്നെ സൈഡിലും കാലിൻ്റെ ആ സൈഡിലും അകത്തും ചിക്കൻ ബ്രസ്റ്റിൻ്റെ ആ കട്ട് ചെയ്തേക്കുന്നതിൻ്റെ അകത്തും ഒക്കെ നല്ലോണം മസാല തേച്ച് കൊടുക്കണേ. നല്ലോണം ഉൾഭാഗത്തും നമ്മൾ ഇച്ചിരി മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ചിക്കൻ നല്ലോണം മസാല തേച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ നമ്മൾ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ നമുക്കൊരു 8 to 10 hours ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു 8 to 10 hours അത്രയും സമയം കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു 3 to 4 hours എങ്കിലും ഇതൊന്ന് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലേ ആ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി വരത്തുള്ളൂ ഉണ്ടാക്കുമ്പോഴേ. ഇനി ഞാൻ ഈ എയർ ഫ്രയറിനകത്ത് ഞാനൊരു ബേക്കിംഗ് പേപ്പറാണ് ആദ്യം വെച്ച് കൊടുത്തേക്കുന്നത്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ചിക്കൻ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരിയും കൂടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി വറ്റൽമുളകും പിന്നെ ഗാർലിക്കും കൂടി ഇച്ചിരി ബട്ടറിനകത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ആ ബട്ടറും ഗാർലിക്കും വറ്റൽമുളകും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ്നെസ് കിട്ടും ചിക്കൻ്റെ പുറത്തെ. അങ്ങനെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡോമോ ക്ലിപ്പിൻ്റെ എയർ ഫ്രയറാണ്. ഇതിന് നമുക്ക് ഒരു 20 to 25 minutes ടൈമിംഗ് വേണം ചിക്കന് വേണ്ടി. നമുക്കെല്ലാം ഈ എയർ ഫ്രയറിൻ്റെ മേളിൽ കാണിച്ച് തന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, കപ്പ് കേക്ക്, ഫിഷിന് ഒക്കെ സമയം കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെക്കുന്നത് ഒരു 20 to 25 minutes 180 ഡിഗ്രി അല്ലെങ്കിൽ 200 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളുടെ അടിപൊളി ഫുൾ ചിക്കൻ എയർ ഫ്രയറിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 20 to 25 minutes എടുത്തിട്ടുള്ളൂ. ഇത് കണ്ട് പുറമേ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അകത്ത് ഞാനൊരു ടൊമാറ്റോയും സബോളയും ഒക്കെ സൈഡിൽ ജസ്റ്റ് ഒരു സലാഡിന് വേണ്ടി വെച്ച് കൊടുത്തായിരുന്നു ഇടയ്ക്ക്. ഒരു 10 minutes കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂടാതെ ഞാൻ ബ്രൊക്കോളിയൊക്കെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സലാഡ് അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. എൻ്റെ വീട്ടിൽ പിള്ളേർക്ക് ഇച്ചിരി ബ്രൊക്കോളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം തന്തൂരി ചിക്കൻ്റെ കൂടെ ഇച്ചിരി ബ്രൊക്കോളിയൊക്കെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എയർ ഫ്രയർ വെച്ചിട്ട് നമുക്ക് നല്ലോണം റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ. കുറഞ്ഞ ഓയിൽ മതി. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പം കൂടുതൽ ഓയിൽ വേണം. ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറോ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല അടിപൊളി
റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുൾ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് തവ പാനിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലോണം അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് പറയണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.